അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ബുക്കൊക്കെ എടുത്ത് വെക്കണം. അത് തന്നെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ മെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ക്യാമറയുടെ ഫ്രണ്ടിൽ എൻ്റെ അനീതിയാണ് പണിയെടുക്കണമെങ്കിലും ക്യാമറയുടെ ബാക്കിൽ ഞാനാണ് പണിയെടുക്കുന്നത്. പേജുള്ള ബുക്കുകളൊക്കെ നമ്മൾ ഇനി യൂസ് ചെയ്യും. പേജില്ലാത്ത ബുക്കുകളാണ് വിൽക്കാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ എനിക്ക് ബയോളജി ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെസിപ്പിയുടെ പേപ്പർ കിട്ടി. നമുക്ക് ഒരു ദിവസം അത് ട്രൈ ചെയ്ത് നോക്കാം. പ്ലസ് ടുവിൽ ഞാൻ കഷ്ടപ്പെട്ട് വരച്ചെടുത്ത റെക്കോർഡുകളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് കളയാനും തോന്നിയില്ല. പ്ലസ് ടു പഠിച്ചതിൻ്റെ ഒരു തെളിവായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തു. ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പഴയ ഒരു അലമാരിയിലാണ് ഈ ബുക്കൊക്കെ വച്ചേക്കണത്. അങ്ങനെ ഏറെക്കുറെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ വിൽക്കാനുള്ള ബുക്കുകളൊക്കെ ഒരു കവറിലാക്കി എടുത്തു വെക്കാണ്. ഇപ്പം എടുത്തു വെച്ച ഏറെക്കുറെ ബുക്കുകൾ എൻ്റെ അനിയത്തിയുടെയാണ്. ഇനിയുള്ളതാണ് എൻ്റെ ബുക്ക്. ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടി വന്ന ബുക്കുകളാണ്. ഇതൊക്കെ ഇനി അടുത്താക്കി കൊടുക്കാനുള്ളത്. ഈ വർഷം ഞാനും എൻ്റെ അനിയത്തി കൂടി എഴുതി തീർത്ത പേനകളാണ് ഇത്. ഇതെന്തിനാ എടുത്തു വെച്ചതെന്ന് എനിക്കും അറിയില്ല, എൻ്റെ അനിയത്തിക്കും അറിയില്ല. അങ്ങനെ ഒരുവിധപ്പെട്ട ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാനും എൻ്റെ അനിയത്തി കൂടെ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചു.